ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര പറശ്ശിനിക്കടവിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. മുത്തപ്പനെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ചെറിയൊരു വീഡിയോ ആണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ. പൊളിയായിരുന്നു യാത്ര. ഒരു 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ഇവിടുന്നും ഉണ്ടായിരുന്നു കലാപരിപാടികൾ, നല്ല സിംഗ് സോങ്. അങ്ങനെ ഉറക്കത്തിന് ശേഷം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള കാണുന്ന വഴിയും കാഴ്ചകളും. ഇതാണ് നമ്മൾ മുത്തപ്പൻ സന്നിധി. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുത്തപ്പനെ കാണാം. അങ്ങനെ മുത്തപ്പനെയും കണ്ടു, അനുഗ്രഹവും മേടിച്ചു. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. എന്ത് മനോഹര അല്ലേ കാണാൻ. ഇതാണ് വളപട്ടണം പുഴ. ഈ പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള പ്രത്യേക ബന്ധത്തിന്റെ പ്രതീകമാണ് മുത്തപ്പൻ എന്ന ദൈവം. ശിവന്റെയും വിഷ്ണുവിന്റെയും സംയുക്ത അവതാരമായി വിശ്വസിക്കപ്പെടുന്നു. കഥകൾ പറയുന്നു, ഒരു ദിവസം ആഴത്തിലുള്ള കാട്ടിൽ ഒരു കുഞ്ഞിനെ കണ്ടെത്തി ഒരു ആദിവാസി ദമ്പതികൾ വളർത്തിയെന്നാണ്. ആ കുഞ്ഞ് സാധാരണമല്ലായിരുന്നു. വളർന്നപ്പോൾ അവൻ അത്ഭുതകരമായ ശക്തികളും
കരുണയും പ്രകടിപ്പിച്ചു. അവൻ വേട്ടയാടുകയും മത്സ്യം പിടിക്കുകയും സാധാരണ ജനങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ കർശനമായ ആചാരങ്ങളിൽ ഒതുങ്ങാത്ത ദൈവമായിരുന്നു മുത്തപ്പൻ. മദ്യം, മീൻ, മാംസം പോലുള്ള സാധാരണ ഭക്ഷണങ്ങൾ പോലും അവനു നിവേദ്യമായി അർപ്പിക്കപ്പെട്ടു. ഇത് മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ കാണാത്ത പ്രത്യേകതയാണ്. മുത്തപ്പന്റെ പ്രധാന വഴിപാടായ തെയ്യം ഒരു ദൈവിക നൃത്തം. ഇതിൽ ഭക്തരും ദൈവവും ഒന്നിക്കുന്ന അത്ഭുതവുമാണ് അനുഭവപ്പെടുന്നത്. ഇന്നും ദിവസേന ക്ഷേത്രങ്ങളിൽ തെയ്യം നടത്തപ്പെടുന്നു. മുത്തപ്പന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം സമമായി ഭക്ഷണം വിതരണം ചെയ്യപ്പെടുന്നു. ഒരു ദിവസവും മുടങ്ങാതെ, ജാതിയോ മതമോ നോക്കാതെ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഭക്തിയുടെ രൂപവും സമത്വത്തിന്റെ പ്രതീകവും ജനങ്ങളുടെ സ്വന്തം ദൈവവുമാണ്. അങ്ങനെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്, അല്ലേ വേണ്ട, പറയുന്നില്ല, നേരിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ ഇറങ്ങി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നല്ല സുന്ദരമായ സ്ഥലമാണ്. വാഴയും ഒരുപാട് തെങ്ങ് നമുക്ക് കാണാൻ പറ്റും. ഈ ചൂടിന് ഇങ്ങനെ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചെങ്ങാനും ഒരു ആശ്വാസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇത് കാണുമ്പോൾ തന്നെ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് കള്ള് ഷാപ്പാണ്. ഇത് കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനും അല്ല. നമ്മൾ കള്ള് ഷാപ്പിൽ കള്ള് മാത്രമല്ല, നല്ല അടിപൊളി ഫുഡും കിട്ടും കേട്ടോ. അങ്ങനെ പോയതാണ്. അപ്പോ നമ്മൾ എന്തിനാണോ ആഗ്രഹിച്ചു പോയത് അത് തന്നെ നമുക്ക് കിട്ടി. നല്ല കപ്പ ഫ്രൈയും അതോടൊപ്പം നല്ല ഇറച്ചിയും, പന്നി ഇറച്ചിയാണ് കേട്ടോ. എല്ലാരും കഴിക്കില്ല, നല്ല രുചിയായിരുന്നു. പിന്നെ വെള്ളാപ്പം, അതേപോലെ കൂന്തൽ ഫ്രൈ, പിന്നെ മുളകിട്ട മീൻകറി ഒക്കെ നല്ലൊരു പിടുത്തം പിടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാരെല്ലാം നല്ല സിംഗേഴ്സ് ആണ്. അപ്പോൾ നല്ല പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. നല്ല സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ നല്ല സോങ് ഒക്കെ പാടി നമ്മൾ എൻജോയ് ചെയ്തു. കളർഫുൾ ആക്കി. കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.